ഗൈസ് അപ്പോൾ നമ്മൾ ഒരു CS സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഒപ്പം TMN സ്നൈപ്പർ ഉണ്ട്, സിയാനുണ്ട്, ഡിയോ ഉണ്ട്. ഗൈസ് അപ്പോൾ നമ്മൾ G18 കണ്ടുപിടിച്ചേക്കണം. അപ്പം ഞാൻ ഈ സിബിയെ കൂടി തൂങ്ങി പോകാൻ പോയപ്പോൾ എൻ്റെ ഒപ്പം സ്നൈപ്പറും വന്നിട്ടുണ്ട്, സപ്പോർട്ടാണ്. പിന്നെ അല്ല അപ്പോഴാണ് ഞാൻ നോക്കുമ്പോൾ ഇവിടെ ഒരു എനിമീനെ സ്പോട്ട് ചെയ്ത് ഞാൻ നേരെ അടിച്ച് കൊണ്ടില്ല ഗൈസ്. ഞാൻ ഇതുവഴി നേരെ ഇങ്ങോട്ട് കയറി താഴത്തോട്ട് ചാടിയിട്ട് അടിക്കണേണ് ഗൈസ്. ഓക്കെ ഗൈസ് അവനതേ സ്നൈപ്പർ കില്ല് ഗുമ്മി ഗൈസ്. ഓക്കെ ഞാനപ്പോൾ നൈസിലൊന്ന് മെഡടിക്കണേന് നല്ല ഡാമേജ് ഇട്ടിട്ടുണ്ട് ഗൈസ്. അപ്പോൾ മര്യാദക്ക് മെഡടിക്കാൻ സമ്മതിക്കൂല ഈ സോങ് കാരണം. ഓക്കെ നമുക്ക് ഇവിടെ നിന്ന് മെഡടിക്കാം. ഓക്കെ അതെ അപ്പം ഇവിടെയും സോൺ തന്നെ ഗൈസ്. ഓക്കെ അതെ അപ്പം ഞാനൊരു എനിമീനെ അവിടെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. ഓ ഗൈസ് എന്നെ എനിമി കണ്ടിട്ടുണ്ട്. ഓ അതെ 8 എന്നെ എന്നെ തന്നെ പിടിച്ച്. ഞാനൊന്ന് ഡിയോണിനെ അടിക്കും. ഓക്കെ നമുക്ക് ഒരു മെഡടിച്ചിട്ട് വേഗം അവന്മാരടിക്കാൻ പോവാം. ഓക്കെ നമ്മുടെ TMN സ്നൈപ്പർ ഒരെണ്ണം കൂടിയിട്ടുണ്ട്. ഓ TMN സ്നൈപ്പറിൻ്റെ ഈസാണ് ഗൈസ്. അതാണ് ഞാനിപ്പോൾ അടിക്കാനുള്ള തൽക്കാലം അവന്മാരും അടിക്കാനുള്ളതെന്നാണ് പറഞ്ഞത്. ഓക്കെ ദേ താഴത്തു കൂടി ഓടിപ്പോകണ്ടാവൻ. TMN സ്നൈപ്പറും താഴത്തോട്ട് ആടിയിട്ടുണ്ട്. നമുക്കപ്പോൾ ഇവിടെ നിന്ന് കളി കാണാം ഗൈസ്. ഓക്കെ ഉണ്ടാ TMN സ്നൈപ്പർ ഈസ് ഗൈസ്. ഓക്കെ അങ്ങനെ അടുത്ത റൗണ്ട് തുടങ്ങിയിട്ടുണ്ട്. ആദ്യത്തെ കളി നമ്മൾ പിടിച്ചിട്ടുണ്ട് ഗൈസ്. പിന്നല്ല സീനാണ്. ഓക്കെ സെക്കൻഡ് റൗണ്ട് തുടങ്ങിയിട്ടുണ്ട് ഗൈസ്. അപ്പം നമ്മൾ നെക്സ്റ്റ് റൗണ്ട് തുടങ്ങിയിട്ടുണ്ട്. ഞാൻ MP5 എടുത്തിട്ട് ഞാൻ നൈസിൽ ആ സൈഡ് വഴി റഷ് ചെയ്ത് പോകണതാണ് ഗൈസ്. ഓക്കെ ഗൈസ് അപ്പം നമ്മൾ നൈസിൽ ചെല്ലണതാണ് ഗൈസ്. അവിടെ എനിമി ഉണ്ടോയെന്ന് പറഞ്ഞോടാ, എന്നാലും നമുക്ക് പോവാം ഗൈസ്. അപ്പോൾ കുറേ കഷ്ടപ്പെട്ടാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത്. പറ്റുവാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഒന്ന് അടിച്ചേക്കാം. ഓക്കെ ഞാനിവിടെ കയറിയപ്പോൾ സിയാൻ പറഞ്ഞ് എനിക്ക് ഫൂട്ടുണ്ടെന്ന്. ഓക്കെ സിയാൻ ചേർത്തിട്ട് നോക്കിയിട്ട് ഞാൻ നെക്സ്റ്റാണ് ഞാൻ എടുത്തിട്ടുണ്ട് ഗൈസ്. ഓക്കെ നോക്കിയിട്ട് ഇപ്പോൾ നമ്മൾ എന്താണ്ട് 1 കിലോ എങ്ങാണ്ട് എടുത്തിട്ടുണ്ട് ഗൈസ്. ഓക്കെ നെക്സ്റ്റാണ് അവിടെ ഉണ്ടാവുമെന്ന് പറഞ്ഞ് പോകാൻ പോയപ്പോഴാണ് സൈഡിൽ നിന്ന് അടിയിട്ടാണ് ഗൈസ്. എന്ത് പറയാനാ. അപ്പോൾ സിയാൻ അവനെ അടിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിൽ സിയാൻ നോക്കായി ഞാൻ വേഗം അവനങ്ങോട്ട് ഫിനിഷ് ചെയ്ത് അവനങ്ങോട്ട് കില്ലെടുത്തു. ഓക്കെ ഞാൻ എന്നിട്ട് താഴത്തോട്ട് ആടി സിയാനെ റിവൈവ് ചെയ്യാൻ വേണ്ടി ഈ വഴി ഓടിച്ചെല്ലാണ് ഗൈസ് വേഗം. അപ്പോഴാണ് സിയാൻ പറഞ്ഞത് സിയാൻ താഴത്തോട്ട് ആടിയേക്കണം. എങ്ങനെ ഇരിക്കണം. അപ്പോൾ നമുക്ക് താഴത്തി ആടിയിട്ട് വേഗം അവനെ റിവൈവ് ചെയ്യാനാണ് ഗൈസ്. ജസ്റ്റ് മിസ്സാണ് സോൺ എടുത്തോട്ട്. ഓക്കെ ഗൈസ് ഇനി ഒറ്റൊരുത്തനും കൂടി ഉള്ളൂ ലാസ്റ്റ്. നമുക്കൊരു മെഡടിച്ചിട്ട് വേഗം അവനടിക്കാൻ പോകട്ടോ. ഓക്കെ ഗൈസ് അപ്പോൾ മെഡടിച്ചിട്ട് മേളിലാണ് കേട്ടോ എനിമി. അപ്പോൾ അവിടെയുള്ള ടയറിൽ ചാടി വേഗം പോവാം ഗൈസ്. അപ്പോൾ നമ്മൾ ടയറിലോട്ട് ചാടിയിട്ടുണ്ട് കേട്ടോ. ഗൈസ് ആ സിയാൻ എന്നെ വന്നിടിച്ച് ഞാൻ താഴത്തോട്ട് വീണിട്ടുണ്ട് ഗൈസ്. ഓക്കെ നമ്മൾ വീണ്ടും ചാടി കയറി വന്നിട്ടുണ്ട് ഗൈസ്. ഓക്കെ എനിക്ക് നല്ല ഡാമേജ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ അവൻ ഒറിയോൺ ഇട്ടാൽ പറഞ്ഞാൽ എനിക്ക് അടിച്ചിടാൻ പറ്റില്ല. അപ്പോൾ അത് സിയാൻ സാലിനിട്ട് മാസ് കാണിച്ചേക്കണം ഗൈസ്. അപ്പം നമ്മൾ രണ്ടാമത്തെ റൗണ്ട് അങ്ങോട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ ഞാനെടുത്തേക്കണ MP5 ഫസ്റ്റ് ലെവലാക്കിയിട്ടുണ്ട്. പിന്നെ ഗ്രോസയും കൂടി എടുത്തിട്ടുണ്ട്. പിന്നെ എൻ്റെ ഡെസേർട്ട് ഈഗിൾ കഴിഞ്ഞ ആൾ കിട്ടിയായിരുന്നു. അത്രയാണ് എൻ്റെ കയ്യിലുള്ള കാരണം. അപ്പോൾ എൻ്റെ ഒപ്പം ഡിയോം വന്നിട്ടുണ്ട്. പിന്നെ ബാക്കിൽ നിന്നെല്ലാം കൂടി അങ്ങോട്ട് വന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഒരുത്തിന് 36 ഡാമേജ് കൊടുത്തപ്പോഴാണ് ബാക്കിയുള്ളവരെല്ലാവരും കൂടി ഇങ്ങോട്ട് വന്ന് കയറിയിരിക്കണം ഞങ്ങളുടെ. അപ്പോൾ ഞാനോർത്ത് വന്ന് അങ്ങോട്ട് തന്നെ കയറാമെന്ന്. അപ്പോൾ അക്ഷയ് മാത്രം വന്നിട്ടില്ല ഗൈസ്. എന്ന് പറഞ്ഞാൽ TMN സ്നൈപ്പർ ഉണ്ടോ. ഓക്കെ ഞങ്ങൾ 3 പേരും കൂടി ഇങ്ങോട്ട് കയറിയപ്പോൾ TMN സ്നൈപ്പറിനെ അവന്മാരെ അടിച്ചിട്ട് ഗൈസ്. ഞാൻ അപ്പോൾ 2 അടി കൊടുത്ത് അപ്പോഴത്തേക്കും അതിനെ അറിയണുണ്ട്. ആളെ കുനിഞ്ഞിരിക്കണമായിരുന്നുണ്ടോ. അപ്പോൾ ഞാൻ ബാക്കിൽ ശ്രദ്ധിക്കാത്തതുകൊണ്ടായിരുന്നു തോന്നുന്നു. ബാക്കിൽ നിന്ന് എനിക്ക് അടി കിട്ടി ഗൈസ്. ഞാൻ അങ്ങനെ തീർന്നു ഗൈസ്. അപ്പോൾ അടുത്ത സിയാൻ്റെയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കണേ. ഡിയോണും നോക്കായിട്ടുണ്ട്. ബാക്കിൽ നിന്നാണ് ഗൈസ് അടി കിട്ടണത്. എന്ത് പണിയാണല്ലേ. ഓക്കെ ഗൈസ് 2 സൈഡിൽ നിന്നും കൂടി അവനും അടി കിട്ടി. അവനും തീർന്നു ഗൈസ്. അങ്ങനെ 3ാമത്തെ റൗണ്ട് നമ്മൾ എടുക്കേണ്ടത് അവരങ്ങോട്ട് എടുത്തിട്ടുണ്ട്. 4ാമത്തെ റൗണ്ടായി. ഇതാരെടുക്കുമെന്ന് നമുക്ക് കാണാം ഗൈസ്. അപ്പം ഞാനും ഡിയോണും എടുത്തേക്കണ MB40 ആണ്. പിന്നെ നമ്മളെ സിയാൻ എടുത്തേക്കണ UMP ആണ്. TMN സ്നൈപ്പറിനെ മതി കണ്ടില്ല. ഡെസേർട്ടുകൾ ഉണ്ടായി അവൻ്റെ കയ്യിൽ. ഓക്കെ നമ്മൾ നെക്സ്റ്റ് വേഗം കയറി പോകുന്നുണ്ട് ഗൈസ്. ഓക്കെ
അപ്പോഴാണ് ഇവിടെ ഞാനൊരു എനിമീന് ഉണ്ടെന്നും പറഞ്ഞ് ഫുഡ് സ്റ്റെപ്സ് ഉണ്ടെന്നും പറഞ്ഞ് എനിക്ക് ചെയ്യാൻ പറഞ്ഞത്. അപ്പോൾ ഡിയോണിനടി കിട്ടി, ഡിയോൻ്റെ നോക്കായി ഗൈസ്. ഞാൻ എനിമി ഇത് എവിടെ എന്നും പറഞ്ഞ് നോക്കുമ്പോഴാണ് ആ വീണ്ടും കണ്ടൊക്കെ എനിമി. പിന്നെ ഒന്നും നോക്കിയില്ല, ഇവിടെ വന്ന് കവർ എടുത്ത് ഗൈസ്. അപ്പോഴാണ് സൈഡിൽ വേറെ എനിമിയും കൂടിയുണ്ട്. ഇത് സിയാനെ നോക്കാക ഐഷ്, ഇത് പണിപ്പാളിയല്ല. അങ്ങനെ എന്തേ ആ എനിമി താഴത്തോട്ടി അടി, നമ്മൾ വേഗം കയറി ചെന്നടിച്ചാണ് ഗൈസ്. ആ എനിമി നമ്മളെ കുത്തിപ്പിടിച്ചിട്ട് ഗൈസ്. പക്ഷെ എന്ത് പറയാനാ ഗൈസ്, ഇനി ബാക്കിയുള്ള TMN സ്നൈപ്പർ മാത്രമാണ് നമ്മളെ സ്നൈപ്പർ കുട്ടി. ഓക്കെ, അപ്പം നിങ്ങൾ കാണുന്ന ഇതാണ്, ഇത് സ്നൈപ്പറാണ് ഗൈസ്. ഓക്കെ, അപ്പോൾ സൈഡിൽ എനിമിയുണ്ട്. ഓക്കെ, അവനടിച്ചിട്ട് പകുതിയും കൊണ്ടില്ല ഗൈസ്. ഓക്കെ, 2-2 ഗൈസ്. അവന്മാർ കംബാക്ക് എടുത്തെന്നാണ് വിചാരം. ഓക്കെ ഗൈസ്, അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ മഡ് സൈറ്റാണ് കേട്ടോ. ഞാൻ വീണ്ടും MB40 എടുത്തിട്ടുണ്ട്, പിന്നെ G36 എടുത്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ ഈ സൈഡ് വഴിയാണ് പോകണം, അല്ലേ വേണ്ട മേളിൽ കയറാം. അപ്പോൾ ഗൈസ് നമ്മൾ മേളിൽ കയറിയിട്ടുണ്ട്. അപ്പോഴാണ് അപ്പുറത്ത് മേളിലൊരുത് നേരെ അടിച്ചതാണ് ഗൈസ്. അതിൻ്റെ കയ്യിൽ ഗ്രോസ് ആയിരുന്നു ഗൈസ്. അപ്പോൾ ഡിയോണിനോട് ഞാൻ റിവൈവ് ചെയ്യാൻ പറഞ്ഞിട്ടോ, റിവൈവ് ചെയ്തില്ല ഗൈസ്. അടുത്തുണ്ടായിട്ടാണ് ഗൈസ്. ഇങ്ങനെയുള്ള വല്ല കൂട്ടുകാരും നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ഗൈസ്. അപ്പോൾ നമ്മുടെ TMN സ്നൈപ്പറും നോക്കായിട്ടുണ്ട്, റിവൈവ് ചെയ്തില്ല. ഓക്കെ, 2-3 ആയിട്ടുണ്ട് മാച്ച്. അവർ 3 എടുത്തിട്ടുണ്ട് ഗൈസ്. ഓക്കെ, നെക്സ്റ്റ് റൗണ്ട് ഇത് മറ്റേ ഡെക്കാ സ്ക്വയറിലാണ് ഗൈസ്. ഞാനൊരു AC8ഉം MB40യും പിന്നെ നമ്മുടെ ഗ്ലൂ വാളും എടുത്തിട്ടുണ്ട്. ഗൈസ്, അപ്പം ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ച് പോകാമെന്നാണ് പറഞ്ഞേക്കണം. ഞങ്ങളത് ഒരുമിച്ച് അങ്ങോട്ട് കയറി അങ്ങോട്ട് വന്നിട്ടുണ്ട് ഗൈസ്. ഞങ്ങളത് ടെലിപ്പോർട്ട് ചെയ്തിട്ട് ആഴനെ ഇങ്ങനെ ഇതായിട്ട് മറ്റേ ഈ ഗൈസ് ഈ വീടിൻ്റെ മേളിൽ ഞങ്ങളെല്ലാവരും കൂടി കയറി വന്നിട്ടുണ്ട്. അപ്പോഴാണ് സൈഡിൽ വേറെ ഞാൻ നൈസ്ലി സൈഡിലോട്ട് വേഗം ഓടി വന്ന് അപ്പോഴത്തേക്കും അവന്മാരൊക്കെ ഇല്ലങ്ങോട്ട് ഫിനിഷ് ചെയ്തിട്ടുണ്ടായി ഗൈസ്. അപ്പം അത് ഞാൻ ലൂട്ടും എടുത്ത് അപ്പോഴാണ് വേറെ എനിമീനെ അവിടെ സ്പോട്ട് ചെയ്തത് ഗൈസ്. പിന്നെ ഒന്നും നോക്കിയില്ല, അതിനടിക്കാൻ വേണ്ടി ഈ സൈഡിലോട്ട് റഷ് ചെയ്ത് കയറിയെന്ന്. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്നിട്ട് ആരെ അടിക്കാൻ പറ്റിയില്ല. അപ്പോൾ സിയാൻ്റെ അങ്ങോട്ട് ചാടാൻ പോണേന്നൊക്കെ പറയണേട്ട്. ഓക്കെ, അടി കൊടുക്കാൻ നോക്കി. അപ്പോൾ തന്നെ ഞാൻ ഓപ്പണിൽ നിന്ന് മാറി ഗൈസ്. അങ്ങനെ ചാടി നോക്കുമ്പോഴാണ് ദേ അപ്പുറത്ത് ഉണ്ടൊരു. ഓക്കെ, അവനെ അടിക്കാൻ വേണ്ടി എങ്ങനെയാണ്. അപ്പോൾ സിയാൻ ചാടി താഴ്ത്തു പോയി ഗൈസ്. അവന് തല കിട്ടിയിരുന്നു ഗൈസ്, പക്ഷേ എയിം മാറിപ്പോയി, അല്ലെങ്കിൽ ഇപ്പോൾ അവൻ അടിച്ചിടായിരുന്നു ഗൈസ്. ഓക്കെ, അപ്പോഴാണ് ഞങ്ങൾ സൈഡിൽ നിന്ന് വേറെ അടി കിട്ടി. ഇതൊന്നും നോക്കിയില്ല, വേഗം ഇങ്ങോട്ട് വന്ന് മെഡടിച്ച്. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മൾ സിയാൻ്റെ ഒപ്പം താഴത്തോട്ട് ചാടി. അപ്പം അതേ വേറെ വേഗം ഒരു ഗ്ലൂവാൾ ഇട്ട് ഞാൻ പൊതിഞ്ഞോടിക്കും. എന്നിട്ട് ഇവിടെ വഴി മേളിലോട്ട് കയറാൻ നോക്കണേണ് ഗൈസ്. മേളിലോട്ട് കയറി നെക്സ്റ്റ് എനിമീനെ നോക്കിയപ്പോൾ ആ എനിമി മേളിലെ താഴത്തുണ്ടെന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ താഴത്തോട്ട് ചാടാൻ വേണ്ടി വേഗം ചാടിപ്പോയപ്പോൾ ദേ പോണ എനിമി വേഗം കയറി ചെന്ന് കുത്തി അങ്ങോട്ട് പിടിച്ചപ്പോൾ ദേ എൻ്റെ കില്ലും പോയി. എൻ്റെ കില്ല് അങ്ങോട്ട് നൈസിലി ആരോ ഗുമ്മിട്ടുണ്ട്. കണ്ടില്ല TMN സ്നൈപ്പറാണോ അല്ലെങ്കിൽ സിയാനാണോ എന്ന് പറഞ്ഞു. സിയാൻ എല്ലാ കളിയിലും ആരുടെയെങ്കിലും ഒരു കില്ല് ഗുമ്മിയില്ലെങ്കിൽ അവനൊരു സുഖം ഉണ്ടാവില്ല ഗൈസ്. അപ്പോൾ ഗ്രോസേം MB40 ആയിട്ട് നമ്മളിങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ട് ഗൈസ്. ഓക്കെ, 3-3 ഗൈസ്. ഈ കളി പിടിച്ചില്ലെങ്കിൽ എല്ലാം പോക്കാണ് ഗൈസ്. ഓക്കെ, ഞങ്ങളപ്പം വേഗം മേളിലോട്ട് കയറാനാണ് ഗൈസ്. നേരത്തെ പണ്ട് ഈ സ്ഥലമൊന്നും ഉണ്ടായിരുന്നില്ല, വേറെ മറ്റേ അങ്ങോട്ട് പോകണ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോഴാണ് ഗൈസ് ഇതൊക്കെ വന്ന്. ഓക്കെ, ഞങ്ങളുടെ എനിമീനടിക്കാൻ വേണ്ടി നേരെ അങ്ങോട്ട് കയറി അങ്ങോട്ട് ചെല്ലണുണ്ട് ഗൈസ്. അപ്പോഴാണ് ആരും എൻ്റെ ഒപ്പം വന്നില്ല. പിന്നെ ഒറ്റക്ക് പോയി അടി വാങ്ങുമെന്ന് എല്ലാവർക്കും അറിയാം ഗൈസ്, കാരണം ഞാനും പോയി. അങ്ങനെ ഞങ്ങൾ താഴത്തുള്ള മീനടിക്കാൻ പോകണതാണ് ഗൈസ്. അപ്പോൾ സൈഡിൽ വേറെ എനിമി ഒന്നും നോക്കിയില്ല, കുത്തി അങ്ങോട്ട് പിടിച്ചു ഗൈസ്. എൻ്റെ കില്ല് വീണ്ടും കുമ്മി ഗൈസ്. പക്ഷെ എന്ത് പറയാനാണ്. എന്നിട്ട് എന്നെ ആരും റിവൈവ് ചെയ്യാണ്ട് പോയി. അപ്പോൾ നമ്മുടെ ഡിയോമ തന്നെ പൊക്കി വിട്ടിട്ടുണ്ട് കേട്ടോ.
അങ്ങനെ ലാസ്റ്റ് ഒരു എനിമിയും കൂടി വന്നു. ആ എനിമിയാണ് ബോംബ് വലിച്ചു വാരിയത്. ഹലോ മോനെ, അവനെ അങ്ങോട്ട് തീർത്ത് പോയി അങ്ങോട്ട് നമ്മൾ വാരിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ അടുത്ത കളിയിൽ കാണാം. ബൈ.